കൺഗ്രാറ്റ്സ് മാധു, കൺഗ്രാറ്റ്സ്. റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ സ്ത്രീകളുടെ സുഖക്കേട് അളക്കാനുള്ള മെഷീനുമായിട്ട് വന്ന റിജിൽ മാക്കുറ്റിയെ പൂക്കുറ്റിയാക്കി വിട്ട ചില മറുപടികളുണ്ടല്ലോ. അത് ഇന്നത്തെ ദിവസം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മാധു പറഞ്ഞിരിക്കുന്ന മറുപടികൾ ചില കോൺഗ്രസ്സുകാരുടെ മുഖമടച്ചുള്ള മറുപടിയാണ്. കാര്യം ഉത്തരങ്ങളില്ലെങ്കിൽ നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ എന്ത് ചെയ്യണം? അവരെ ഒന്ന് അധിക്ഷേപിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് അത് മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിന് പാടാനുള്ള ഉത്തരവടിച്ചിറക്കിയ ചർച്ചയ്ക്ക് പോയിരുന്നതിന് ശേഷം ആ ചോദ്യം ചോദിക്കുമ്പോൾ മാധുവിന്റെ സുഖക്കേടിനെ കുറിച്ച് എനിക്ക് അറിയാത്രേ. ആ സുഖക്കേട് ഇങ്ങോട്ട് എടുക്കണ്ടാത്രേ. ഇവരാരാണ് ഈ നാട്ടിലെ സ്ത്രീകളുടെ എല്ലാം സുഖക്കേട് അളക്കാൻ നടക്കാൻ? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ മറുപടി പറയാം. പക്ഷേ റിജിൽ മാക്കുറ്റിയുടെ ആ ഒരൊറ്റ വാക്കിൽ ആ ചർച്ചയുടെ ഡയറക്ഷൻ ഒന്ന് വഴിമാറി. പിന്നീടാണ് ഈ നാട്ടിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ സംഘപരിവാറിനെ പുൽകി നടക്കുന്ന സർക്കാരിനെ അല്ലെങ്കിൽ മേനോനെയും ലീഗ് പരിവാരങ്ങളെയെല്ലാം അടപടലം വലിച്ചുരിഞ്ഞ് നിർത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് നിങ്ങളൊക്കെ സൂക്കേട് നമുക്കറിയാം. കുറച്ചായിട്ട് വല്ലാതെ ഞങ്ങൾ എടുത്ത നിലപാടുണ്ട്. നിങ്ങൾ വെറുതെ കുറച്ച് റിപ്പോർട്ടർ ചാനൽ കയറി വല്ലാതെ കുറച്ചായി UDF സർക്കാരിനെ സംഘവൽക്കരിക്കാൻ കൈരളിയുടെ പണികൾ അധികം എടുക്കാൻ കുറെ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല അസുഖത്തിന്റെ മുഴുവനായിട്ടുള്ള രൂപം ഡോക്ടറോട് പറയണമല്ലോ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. മെയ് 18 ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. അതിൽ ലോക്ഭവനാണ് അതിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള ന്യായീകരണം സർക്കാർ പറഞ്ഞു. ഇനി MG സർവകലാശാലയിൽ VC ആയി D. മാവൂദിനെ ഗവർണർ നിയമിച്ചു. യാതൊരു എതിർപ്പുണ്ടായില്ല. അതിനുശേഷം അതിനു മുൻപ് നയപ്രഖ്യാപനം ഉണ്ടായി. അതിൽ കാര്യമായി കേന്ദ്ര വിമർശനങ്ങളില്ല. MG സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ പശ്ചാത്തലമുള്ള 19 പേരെ ഗവർണർ നിയമിച്ചു. യാതൊരു എതിർപ്പുമില്ല. പിന്നീട് ബജറ്റ് വന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിഹിതം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് യാതൊരു എണ്ണിപ്പറയലുമില്ല. പിന്നീട് ജൂലൈ മാസത്തിൽ സംഘപരിവാർ ബന്ധമുണ്ടായ KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വിമർശനം തള്ളി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി N. ശേഷാദ്രിനാഥിനെ നിയമിച്ചു. സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വിമർശനം. അദ്ദേഹത്തിനെതിരെ തന്നെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. TS ശരത്തിനെ സംഘപരിവാർ ബന്ധമുണ്ട് എന്ന ആരോപിൽ ഗവൺമെന്റ് ലീഡറായി നിയമിച്ചതിനെതിരെ വിമർശനമുണ്ടായി. KSUവും ലോയേഴ്സ് കോൺഗ്രസും വിമർശനം ഉന്നയിച്ചു. യാതൊരു പ്രശ്നവുമില്ല. RSS പരിപാടിയിൽ ജൂലൈ മാസത്തിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തു. വിമർശനമൊക്കെ ഉണ്ടായി. ഒരു നടപടിയും ഉണ്ടായില്ല. ആരും ചോദിച്ചില്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിന് മുഖ്യമന്ത്രി അവിടെ പോയിരുന്നു. അതിന് ആ സമരം തീരുന്നതിന് മുമ്പ് തിരികെ വന്നു. വഖഫ് ബോർഡ് കേന്ദ്ര നിയമപ്രകാരം പുനഃസംഘടിപ്പിക്കാമെന്ന് സർക്കാർ കോടതിയിൽ സമ്മതം അറിയിച്ചു. PM ശ്രീയുമായി മുന്നോട്ടെന്ന UDF കൺവീനർ UDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദമായി നല്ല അന്തസ്സായിട്ട് മടക്കം പറഞ്ഞു. മഞ്ചേശ്വരം സ്കൂളിൽ ക്യൂസിൽ VD സാവർക്കറെ പുകഴ്ത്തിക്കൊണ്ടൊരു ചോദ്യാവലി ഉണ്ടായി. 8-ാം തീയതി തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇതും കൂടെ കൂട്ടിയുള്ള ചികിത്സ മതി. റിജിൽ മാക്കുറ്റി, എനിക്ക് അവസാനമായി ഒരു ചോദ്യമുള്ളൂ. വന്ദേമാതരം മുഴുവനായി ആലപിക്കണം എന്ന നിർദ്ദേശം അങ്ങ് നോട്ടീസ് വായിച്ചിരുന്നോ? കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അങ്ങ് വായിച്ചിരുന്നോ? അങ്ങൊന്ന് എന്നെ വായിച്ചേൽപ്പിക്കാമോ? മുഴുവനായും ആലപിക്കണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശം.